BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. രാവിലെ 11 മണിക്ക് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് ശിക്ഷ വിധിക്കുക. പ്രതികളെല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. SDPI PFI ഭീകരരായ 15 പേരാണ് കേസിലെ പ്രതികൾ. നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, 11 മണിയോടുകൂടി തന്നെ ഈ കേസിലെ പ്രതികൾക്കുള്ള വിധി പ്രഖ്യാപിക്കും. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് ശിക്ഷ പ്രഖ്യാപിക്കുക. ഈ പ്രതികളെല്ലാവരും തന്നെ, അതായത് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ നേരിട്ട് പങ്കെടുത്ത 15 പ്രതികളും കുറ്റക്കാരാണെന്ന് ഈ മാസം 20-ന് കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഈ പ്രതികളെ എല്ലാവരെയും കഴിഞ്ഞ ദിവസം കോടതി കേട്ടിരുന്നു. തുടർന്നാണ് ഇവർക്കുള്ള ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കുക. 11 മണിയോടുകൂടി തന്നെ ശിക്ഷാവിധി ഉണ്ടാകും. എന്തായാലും 2021 ഡിസംബർ 19-ന് പുലർച്ചെ രഞ്ജിത്തിന്റെ വീട്ടിൽ കയറി നടത്തിയ കൊലപാതകം 1.5 മാസത്തിനുള്ളിൽ തന്നെ കേസ് അന്വേഷണത്തിൽ 35 പ്രതികളെയും അറസ്റ്റ് ചെയ്തു. ഒപ്പം തന്നെ 90 ദിവസത്തിനുള്ളിൽ ഈ 35 പ്രതികളിൽ 15 പേർ, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 15 പേർ, അതായത് 6 വാഹനങ്ങളിലായി രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് എത്തിയ 12 പേരും ഒപ്പം തന്നെ പ്രധാന ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേരും അടക്കം 15 പ്രതികൾ, ഇവരെ പ്രതികളാക്കിക്കൊണ്ടാണ് ആദ്യഘട്ട കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചത്. ഈ പ്രതികളെല്ലാവരും തന്നെ കുറ്റക്കാരാണെന്നാണ് ഈ മാസം 20-ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പേർ, അതായത് ഈ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പേർ, ഇവർക്ക് സഹായകവുമായി രഞ്ജിത്തിന്റെ വീടിന് പുറത്തു നിന്ന 4 പേർ, ഒപ്പം തന്നെ പ്രധാന ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേർ, ഇവരാണ് 15 പ്രതികൾ. ഇവർക്കുള്ള ശിക്ഷയാണ് ഇന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിക്കുക. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ കേരളം കാത്തിരുന്ന, അല്ലെങ്കിൽ കേരളമല്ല ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ചൊരു കൊലക്കേസാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസ്. ഈ കൊലപ്പെടുത്തേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് മൃഗീയമായി കൊലപ്പെടുത്തുക, ഈ ഒരു രീതിയായിരുന്നു രഞ്ജിത്ത് കൊലപാതക കേസിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ ഏറെ ആകർഷിച്ച ഒരു കൊലപാതക കേസായിരുന്നു രഞ്ജിത്തിൻ്റെത്. ഈ വിധിയും അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ് ഇന്നിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളിലൊക്കെ ഈ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഉന്നയിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ മൃഗീയമായി ഒരു കൊലപാതകം നടത്തിയ പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ തന്നെയായിരിക്കും ലഭിക്കേണ്ടത്. കാരണം ഈ ഒരു ശിക്ഷ സമൂഹത്തിനാകെ തന്നെ മാതൃകയാകണം. SDPI PFI ഭീകരരായ 15 പ്രതികൾക്കും പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. എന്തായാലും പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം തന്നെ കോടതി ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ 15 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കാര്യവും കോടതി കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിന് പുറമെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുക, സാക്ഷികൾക്ക് മരണഭയം ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുക, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തെളിഞ്ഞതായി കോടതി കണ്ടെത്തിയിരുന്നു. ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത് ഈ 11 മണിവരെയാണ്. എന്തായിരിക്കും ഈ കൊടും കുറ്റവാളികൾക്ക് എന്തായിരിക്കും കോടതി നൽകുന്ന ശിക്ഷയെന്നാണ്. അതിനി ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്ന് മാവേലിക്കര സെഷൻസ് കോടതി 11 മണിയോടുകൂടി പ്രഖ്യാപിക്കും. നിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കൊലപാതകത്തിന്റെ രീതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊലപ്പെടുത്തേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ഇവരെ പിന്നീട് തെരഞ്ഞുപിടിച്ച് മൃഗീയമായി കൊലപ്പെടുത്തുന്ന ഒരു രീതി, ഒരുപക്ഷെ പ്രോസിക്യൂഷൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടിലും ആ ഒരു വികാരവും തന്നെയല്ലേ ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്നത്? വിഷ്ണു, തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി, അതായത് ഈ കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നപ്പോൾ പ്രതിഭാഗം വാദിച്ചത് ഇത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം കൊണ്ടുണ്ടായ ഒരു കൊലപാതകമാണ് എന്നാണ്. എന്നാൽ അതിനെ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ എതിർത്തിരുന്നു. കാരണം ഈ കൊല ചെയ്യപ്പെടേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉൾപ്പെട്ട ആളുകളെ കൃത്യമായി ആസൂത്രണം ചെയ്ത് മൃഗീയമായി കൊലപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ കൊലപാതക സംഘത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള ഒരു കൊലപാതകം. മാത്രമല്ല, അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് വളരെ ക്രൂരമായി മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു രീതി, ഇതിന് കൂട്ടുനിന്ന ആളുകൾ, ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ എല്ലാവരും തന്നെ കൊലപാതക കുറ്റത്തിന് അർഹരാണെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി. എന്തായാലും ഇവർക്ക് ഈ 15 പ്രതികൾക്കും
മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആദ്യ അവസാനം കോടതിയിൽ വാദിച്ചത്. ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 35 പ്രതികളാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഈ 35 പ്രതികളെയും 1.5 മാസത്തിനുള്ളിൽ തന്നെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 35 പ്രതികളിൽ 15 പേരെ ഉൾപ്പെടുത്തിയാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത്. ഇനി രണ്ടാം ഘട്ട കുറ്റപത്രം ഈ കേസിൽ സമർപ്പിക്കാനുണ്ട്. എന്തായാലും ഈ ആദ്യഘട്ട കുറ്റപത്രത്തിലുള്ള 15 പേർക്കും കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിരിക്കണമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളെ എല്ലാം തന്നെ അംഗീകരിക്കുന്ന നിലപാട് തന്നെയായിരുന്നു മാവേലിക്കര സെഷൻസ് കോടതിയിൽ ഉണ്ടായത്. എന്തായാലും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ച് കടന്നുകയറൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രകാരം IPC 449, 447, 506, 323, 324, 341, 201 ഈ വകുപ്പുകളെല്ലാമാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പ്രതികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും തന്നെ പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന ഒരു വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇനി അല്പസമയം മാത്രമാണ് നമുക്ക് കാത്തിരിക്കേണ്ടത്. ഈ ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികൾക്ക് എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക എന്ന കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വിഷ്ണു. വ്യക്തമാണ്. BJP OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജി ശ്രീനിവാസൻ കൊലപാതക കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് തന്നെ വിധിക്കും. രാവിലെ 11 മണിക്ക് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് ശിക്ഷ വിധിക്കുക. പ്രതികളെല്ലാവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. SDPI PFI ഭീകരരായ 15 പേരാണ് കേസിലെ പ്രതികൾ. നിഷ ദിലീപാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.